ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ തുടക്കത്തിൽ ഹൈലി വളറ്റലായിട്ട് പോയ മാർക്കറ്റ് പിന്നീട് ത്രൂ ഔട്ട് ദ ഡേ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇന്ന് 81 പോയിന്റ് ഗാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായത്. 24,669 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. പിന്നീട് അത് 24,754 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അത് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലുള്ള ആ ഒരു ക്ലോസിങ്ങിന് മുകളിൽ എത്തിയതായിട്ടും കാണാം. അതേപോലെ ആ തുടക്കത്തിൽ അത് ഡൗൺ ആയിട്ട് ഏകദേശം 24,526 എന്ന ലെവലിലെത്തിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് മൊത്തത്തിൽ ആശങ്കയിലാഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നീട് മാർക്കറ്റ് തിരിച്ചു വന്നുകൊണ്ട് 24,716 എന്ന ലെവലിൽ, അതായത് മൊത്തത്തിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളറ്റിലിറ്റി നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു ഇടവേളയ്ക്ക് ശേഷം US-ഉം ചൈനയും തമ്മിലുള്ള ആ ഒരു ട്രേഡ് വാർ വീണ്ടും പൊടി തട്ടിയെടുക്കുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. അവിടെ ട്രംപ് ചൈനയ്ക്കെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അവർ ഈ ട്രേഡ് എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. ചൈന അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും അവിടെ കൂടുതലായിട്ടുള്ള ഒരു ട്രേഡ് ടെൻഷൻ വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം റഷ്യ ഉക്രൈൻ വാർ മറ്റൊരു ഭാഗത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. വലിയ തോതിലൊരു ഡ്രോൺ ആക്രമണത്തിലൂടെ റഷ്യയുടെ പല ഫൈറ്റർ ജെറ്റുകളും ഇവർ തകർത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ റഷ്യയുടെ തിരിച്ചടികൾ ഉണ്ടാവും. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി മോശമായി പോകാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ഗ്ലോബൽ ക്യൂസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ഇപ്പം നിലവിൽ ഒപെക് പ്ലസ് രാജ്യങ്ങൾ അവരുടെ ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനം, അതുമായിട്ട് അവർ ജൂലൈ മാസവും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് താഴോട്ട് വരാൻ അത് കാരണമാകുന്നതായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഈ റഷ്യ ഉക്രൈൻ വാർ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു ഫിയർ, പ്രത്യേകിച്ച് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുന്നത് ക്രൂഡ് ഓയിലിൽ ഏകദേശം 3% അപ്പായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ WTI ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 63 എന്ന പ്രൈസ് റേഞ്ചിലും, അതുപോലെ ബ്രണ്ട് ക്രൂഡ് 65 എന്നുള്ള പ്രൈസ് റേഞ്ചിലേക്കും എത്തിയിട്ട് കാണാം. ഇതുകൂടാതെ US ഫ്യൂച്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്ലോബൽ ക്യൂസ് മോശമായി കൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണുന്നത് ഡോളർ ഇൻഡെക്സിലാണ്. അതിപ്പോൾ 99 എന്ന ലെവലിൽ നിന്ന് 98 എന്ന ലെവലിലേക്ക് കാണാൻ കഴിയും. 98.68 എന്ന ലെവലിലാണ് നമ്മൾ കാണുന്നത്. ആക്ച്വലി 52 വീക്ക് ലോ ആയിട്ടുള്ള ആ 98 ലെവലിനോട് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഡോളർ ഇൻഡെക്സ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ലെവലിലേക്ക് ഡോളർ ഇൻഡെക്സ് പോകുന്ന എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മാർക്കറ്റിലേക്ക് വന്നാൽ ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ എപ്പോഴൊക്കെ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ ആ ഒരു ഹയർ ലെവലിൽ നിന്നും മാർക്കറ്റ് റിജക്ഷൻ ക്യാൻഡിലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് ഹൈ ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരു മാർക്കറ്റ് മൊമെൻ്റമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വലിയൊരു അപ്വേർഡ് മൂവ് ഉണ്ടായാൽ തന്നെ അതവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻവെസ്റ്റേഴ്സ് അവരെന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാതെ നിൽക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ട് RBIയുടെ ഇപ്പോൾ വരാൻ പോകുന്ന MPC മീറ്റിങ്ങിൽ എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകും. അതുകൂടാതെ ഈ ഗ്ലോബൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിൽ എത്തുക, പ്രത്യേകിച്ച് US ഇന്ത്യ ട്രേഡ് ഡീൽ ഏത് രീതിയിലായിരിക്കും പോവുക, അതിൽ നിന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാതെ നമ്മൾ മാർക്കറ്റിൽ ഒരു ക്ലാരിറ്റി ഇനിയും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ PSU ബാങ്ക് അതിൻ്റെ റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളും ഇന്ന് അപ്സൈഡ് പോയതായിട്ട് കാണാം. 4 മുതൽ 6% ഒരു റാലി അവിടെ നടന്നതായിട്ട് കാണാം. അധികം റാലി നടന്നിട്ടുള്ള സ്റ്റോക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ പ്രൈസ് 57 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് കാണുക. ഇതിൻ്റെ ഹൈ 73 എന്നുള്ളൊരു പ്രൈസ് റേഞ്ചാണ്. 7.98 എന്ന PE ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റം വരാനുള്ള കാരണം അതിൻ്റെ Q4 റിസൾട്ടുകൾ തന്നെയാണ്. അത് വളരെ ഇമ്പ്രസീവ് ആണെന്ന് കാണാൻ കഴിയും. ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്, പ്രത്യേകിച്ച് 20% മുകളിലുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഇയർ ഓൺ ഇയർ അവിടെ രേഖപ്പെടുത്തിയായിട്ട് കാണാം. അപ്പോൾ അതാണ് ആ സ്റ്റോക്കിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളും 4% കൂടുതലുള്ള റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇതേപോലെ തന്നെ മറ്റൊരു സെക്ടർ ശക്തമായിട്ട് മുന്നോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് റിയാലിറ്റി സെക്ടറാണ്. അപ്പോൾ ആ റിയാലിറ്റി ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ 9 സ്റ്റോക്കുകൾ ഇന്ന് അപ്സൈഡ് പോയതായിട്ട് കാണാം. അവിടെ ഏറ്റവും അധികം അപ്സൈഡ് പോയിട്ടുള്ളത് ബ്രിഗേഡ് എന്റർപ്രൈസസ് ആണ്. അത് 1170 രൂപ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ ബ്രിഗേഡ് എന്റർപ്രൈസസ് ട്രേഡ് ചെയ്യുന്നത്. 1453 അതിന്റെ ഹൈ. 42 എന്ന പിയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്കിന്റെ റിസൾട്ട് സെയിൽസിൽ അത്ര വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രോഫിറ്റിൽ 19.8% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിലും ഒരു 5.87 ഒരു ഗ്രോത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ റിയാലിറ്റി സെഗ്മെന്റ് മൊത്തത്തിൽ ഈ ഒരു അപ്സൈഡ് മൂവ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. പ്രസ്റ്റീജ് എസ്റ്റേറ്റിലും ആനന്ദ് രാജിലും അതുപോലെ ഫിനിക്സ് മിൽസിലുമൊക്കെ ഒരു 3 to 7% റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സെക്ടർ ഇന്ന് അപ്സൈഡ് വന്നിട്ടുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൽ സെഗ്മെന്റിലുള്ള കമ്പനികളാണ്. പ്രത്യേകിച്ച് ഡെപ്പോസിറ്ററീസ്, ക്ലിയറിംഗ് ഹൗസസ്, അതുപോലെ അങ്ങനെയുള്ള ഇന്റർമീഡിയറ്ററീസിന്റെ ഇത്തരം സ്റ്റോക്കുകളിൽ നല്ലൊരു മൂവ് ഇന്നുണ്ടായിട്ട് കാണാം. അതിനെ ലീഡ് ചെയ്തത് ഇന്ന് CDSL ആണെന്ന് കാണാൻ കഴിയും. CDSL ഇന്ന് 10% അപ്സൈഡ് പോയതായിട്ട് കാണാം. ആക്ച്വലി CDSന്റെ റിസൾട്ട് Q4 വളരെ മോശമായിരുന്നു. എങ്കിൽ പോലും നല്ലൊരു റാലി CDSL മാത്രമല്ല, കാംസ്, കാഫിൻ ടെക്നോളജി, ആനന്ദ് രതി, ഏഞ്ചൽ വൺ, IIFL ക്യാപിറ്റൽ പോലെയുള്ള സ്റ്റോക്കുകളിലും 3 മുതൽ 4% അപ്സൈഡ് പോയതായിട്ട് കാണാം. പ്രത്യേകിച്ച് ഒരു ബുൾ മാർക്കറ്റ് അത്ര വിസിബിളായിട്ട് വരാത്ത ഈ ഒരു ഘട്ടത്തിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ഇത്ര വലിയ റാലി നടന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇന്ന് നിഫ്റ്റി 50 നെഗറ്റീവിലാണെങ്കിലും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ പോസിറ്റീവായിട്ടാണ് അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 49% സ്റ്റോക്കുകളും അഡ്വാൻസ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ 46% ഡിക്ലൈൻ ആയിട്ടാണ് കാണുക. അതായത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മൊത്തത്തിലുള്ള മാർക്കറ്റ് ബ്രോഡ് പിക്ചർ നമ്മൾ നോക്കുമ്പോൾ ഗ്രീഡി സോണിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ വോളിയം ഇൻക്രീസ് ആകുന്നതോടുകൂടി ഈ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ അവർക്കൊക്കെ കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അതാണ് ഇത്തരം സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഒരു മൂവ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇന്ന് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഡാറ്റ ഓട്ടോ സെയിൽസ് ഡാറ്റയാണ്. അപ്പോൾ ഓട്ടോ സെയിൽസ് ഡാറ്റയിൽ നമ്മൾ 4 വീലേഴ്സ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി തന്നെയാണ് ഏറ്റവും ലീഡ് ചെയ്യുന്നത്. 3.17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഈ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. അവിടെ 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് മഹീന്ദ്രയുടെ സെയിൽസിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓവറോൾ സെയിൽസിൽ -8.57% ഡൗൺ ആണ്. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെയും ഡാറ്റ ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി 2 വീലേഴ്സ് സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ TVS മോട്ടോഴ്സിൻ്റെത് 17% അപ്പാണ്. ഹീറോ മോട്ടോകോപ്പിന്റെ സെയിൽ 2% അപ്പാണ്. ബജാജ് ഓട്ടോയുടേത് 8% അപ്പാണ്. ഐഷർ മോട്ടോഴ്സിൻ്റെത് 26% അപ്പാണ്. പ്രത്യേകിച്ച് അവരുടെ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ആ ഒരു മൂവ് നമുക്ക് കാണാൻ കഴിയും. ഇനി ട്രക്സ് ആൻഡ് ബസ് ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സിൻ്റെത് 7.3% അപ്പാണ്. അശോക് ലൈലൻഡിൻ്റെത് 5% ഇയർ ഓൺ ഇയർ അപ്പാണ്. എസ്കോട്ട് കുബോട്ട 0.7% അപ്പാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മെയ് 2025 ഓട്ടോ സെയിൽസ് ഡാറ്റയുടെ ഒരു ഗ്രോത്ത് നമുക്ക് കാണുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ കാണുമ്പോൾ അത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും അതുപോലെ TVS മോട്ടോഴ്സ് കമ്പനിയും ഐഷർ മോട്ടോഴ്സുമാണ് കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് അവരുടെ സെയിൽസിൽ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡാറ്റ കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് സെയിൽസ് കുറയുകയും എക്സ്പോർട്ടാണ് കൂടുതലായിട്ട് വർദ്ധിച്ചത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഓട്ടോ സെയിൽസ് ഡാറ്റ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ആ ഒരു പ്രൈസ് 3000 കടന്നതായിട്ട് കാണാം ഇന്ന്. അപ്പോൾ ഇന്നൊരു 1% അധികമായിട്ടുള്ള ഒരു മൂവ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.